ഒരുപാട് ഗുണങ്ങൾ നിറഞ്ഞ വാഴക്കൂമ്പ് തോരൻ ഉണ്ടാക്കി നോക്കിയാലോ. അതിനായിട്ട് വാഴക്കൂമ്പ് ചെറുതായി അരിഞ്ഞെടുക്കുക. അരിയുമ്പോൾ ശ്രദ്ധിച്ച് അരിയണം, ഇല്ലെങ്കിൽ കയ്പ്പ് വരും. അതിന് ചേർക്കാൻ വേണ്ടി കുറച്ച് തേങ്ങയിലേക്ക് ചെറിയുള്ളി, പച്ചമുളക്, വെളുത്തുള്ളിയും മഞ്ഞൾപ്പൊടിയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും ചേർത്ത് ഒന്ന് ചതച്ചെടുത്താൽ മതി, അരയ്ക്കണ്ട. അപ്പോൾ അതിനാണ് ഞാൻ ആദ്യം ചെറിയുള്ളി ചേർത്ത് കൊടുത്തത്, ചെറിയുള്ളി ഒന്ന് അരിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ചതച്ചെടുക്കാം. ഇത് കുറച്ചായാൽ മതി കേട്ടോ. പിന്നെ ഇത് ചീനിച്ചട്ടിയിലേക്ക് എണ്ണയും കടുകും ചേർത്ത് കൊടുത്ത് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വാഴക്കൂമ്പും ചേർത്ത് കൊടുത്ത് ഈ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പും ചേർത്ത് കൊടുത്താൽ മതി. നല്ല എളുപ്പമാണ്, വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല. കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കൂ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കിയെടുത്ത് അടച്ച് വെച്ച് വേവിച്ചെടുത്താൽ മതിയാവും. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഒരുപാട് സാധനങ്ങളൊന്നും നമ്മൾ ചേർത്തിട്ടില്ല. നല്ല ടേസ്റ്റാണ്, ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അപ്പം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നവർ ഉണ്ടാക്കി നോക്കൂ.